നമ്മുടെ ആഫ്രിക്കൻ ബേർഡിനെ ആണെങ്കിലും എന്തോ കുറേ പട്ടികൾ വന്നിട്ട് എല്ലാത്തിനെയും കൂടെ കടിച്ചെടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. ഒരെണ്ണം രക്ഷപ്പെട്ടു. നമ്മുടെ മെയിലിനെ അത് കടിച്ചു കൊന്നെന്ന് തോന്നുന്നു. അതിൻ്റെ ദേഹം അവിടെ കണ്ട് കിടപ്പുണ്ട്. അവിടെ കൂടി ഇപ്പം ഇറക്കി വെച്ചേക്കുന്നതാണ്. ഇതിനകത്തിലെ കമ്പിയെല്ലാം പട്ടികൾ കടിച്ച് വലിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ചിലതൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ ഊരിക്കളഞ്ഞു, ഇവിടുത്തെ ഊരിക്കളഞ്ഞു, പിന്നെ ഇവിടുത്തെയൊക്കെ അത് കടിച്ച് ഊരിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പൊട്ടിച്ചും കളഞ്ഞു. ഇവിടെ കണ്ടോ, ആ ഷീറ്റും പൊട്ടിച്ചു കളഞ്ഞു. അതൊരു ഫോണ്ടിന് ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്ന ജിപ്പായിരുന്നു, അതും കളഞ്ഞു. അല്ല, ഈ കൃഷികളെയൊക്കെ എന്തോ ചെയ്യാൻ നോക്കിയെന്ന് തോന്നുന്നു. ബിക്കോസ് ഇത് കണ്ടോ, ഇത് പട്ടിയുടെ കാൽപ്പാതോ. സ്ക്രാച്ചൊക്കെ വീണിട്ടുണ്ട്, ഇഷ്ടംപോലെ സ്ക്രാച്ച് വീഴുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഈ പൊട്ടലൊക്കെ ഉണ്ടോ, ഇത് കണ്ടോ. ഒരെണ്ണം അങ്ങാണ്ട് രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഫീമെയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മുട്ട ഇടാറായിട്ടും ഉണ്ടായിരുന്നു, അത് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആദ്യം വിചാരിച്ച പൂച്ച അങ്ങനത്തെ എന്തോ ആണ്. ഇവിടുത്തെ ഈ ചെടിച്ചട്ടിയൊക്കെ മറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ കണ്ടോ, ഇത് നമ്മുടെ കിളിയുടെ ബോഡിയാണ്. ഇത് ആ പട്ടികൾ കടിച്ചങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ തൂവലും അതെല്ലാം കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെയായിരുന്നു. ഇവിടോട്ടൊന്നും വലിയ കുഴപ്പം വന്നിട്ടില്ല. ഇവിടോട്ടൊന്നും പട്ടി വന്നിട്ടില്ല വണ്ടിയിലൊന്നും. അവിടെ കൂടെ എങ്ങാണ്ടാ കയറി വന്നെന്ന് തോന്നുന്നു. അവിടെ കൂടെ എങ്ങാണ്ട് കയറി വന്ന ഒരു കൂട്ടം പട്ടിയിട്ടാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കൂട് തകർക്കാൻ പാടായിരിക്കും. ഇവിടെ കൂടെ എവിടെ കയറി വന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ പുറകിൽ കൂടെ ആയിരിക്കും. പുറകിൽ അവിടെ കൂടെ വല്ലതായിരിക്കും കയറി വന്നേക്കുന്നത്. അവിടെ പാടമുണ്ടായിരുന്നു, കാൽപ്പാദം അവിടെയും ഉണ്ടായിരുന്നു. അവിടെ ഈ മഴ പെയ്തിട്ട് ക്ലേ പോലെ ആയി കിടപ്പുണ്ട്. അവിടെയൊക്കെ ഇതിൻ്റെ കാൽപ്പാദം ഉണ്ടായിരുന്നു. ഇപ്പം മഴ ആ പട്ടികൾ രാത്രി എപ്പോഴും വരാറുണ്ട്, കുറേ കൂട്ടമായിട്ട്. ഇവിടെ അത് എപ്പോഴും വരാറുണ്ട്. പക്ഷേ ഞാനൊരു താക്കോലൊക്കെ ഇട്ട് പൂട്ടി വെച്ചേക്കുമായിരുന്നു. പൂട്ടൊക്കെ പൊട്ടി താഴെ കിടക്കുന്നുണ്ടോ, ഉണ്ടോ, ആ പൂട്ടൊക്കെ പൊളിച്ച് ഇവിടോട്ടൊക്കെ പട്ടി കയറി വന്നിട്ടുണ്ട്. ഇവിടെ സൺഫ്ലവർ സീഡ് മുളച്ചിട്ടുണ്ടായിരുന്നു, തേന മുളച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ചവിട്ടി പൊളിച്ചിട്ടുണ്ട്. അപ്പം ഇത് പട്ടി കയറിയിട്ടുള്ളത് ഉറപ്പായി. പിന്നെ ഇതിനെ മേടിക്കുന്നത് ഇതിപ്പോൾ ഫിഷേഴ്സ് ലവ് ബേർഡ്, ഇത് ഒറിജിനൽ ഫിഷേഴ്സ് ലവ് ബേർഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതുണ്ടോ, നെറ്റൊക്കെ കടിച്ചിട്ടേക്കുക. ഇത് പട്ടികളാണ്. ഇവിടെയൊക്കെ ആയിരുന്നു. അത് ഇവിടോട്ട് കയറാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇപ്പം നല്ലൊരു അടച്ചു കിടക്കണം. ഇതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം പറന്നുപോയി, മറ്റേത് ചത്തുപോയി. മെയിലാന്ന് തോന്നുന്നു ചത്തുപോയത്. ഇവിടെയൊക്കെ നല്ല മഴ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.